നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ പോലെ സ്നേഹവും മിടുക്കുള്ളവരെച്ചാ നമ്മുടെ കമ്പനിക്ക് ആവശ്യം. ആളെങ്ങനാ? സുന്ദരനാണോ ഏട്ടാ? ആണെങ്കി എന്താ മോൾക്ക് ലൈൻ ഇടാനാണോ? വെറുതെ ചോദിച്ചേ ഉള്ളൂ. വെറുതെ അങ്ങനെ ചോദിക്കണ്ട. നിനക്ക് നല്ലൊരു MBBS കാരനെ നോക്കാം നമുക്ക്. ഓ വേണ്ട ഏട്ടാ, MBBS ഒന്നും എനിക്ക് ശരിയാവില്ല. ഒരു MBBS കാരനെ വേണമെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു. നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. ഓ അവളുടെ ഒരു ജാട കണ്ടില്ലേ? എന്റെ സ്വപ്നങ്ങളൊക്കെ വേറെയാ. സാധാരണ ഒരു ശമ്പളക്കാരനെ വിവാഹം കഴിച്ച് സാധാരണക്കാരെ പോലെ ജീവിക്കണമെന്നല്ലേ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന കാര്യം ആലോചിക്കാതെ കുറച്ചു പേർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ചിന്തിക്ക്. ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് ഈ പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ഒന്നും അറിയണ്ട, പോരെ? അല്ലെങ്കിലും ആരുടെയെങ്കിലും കാര്യം പറയുമ്പോ നിനക്കതറിയാൻ എന്താ ഇത്ര വലിയ താല്പര്യം? ഏട്ടത്തി, ഞാൻ വെറുതെ ആണെങ്കിൽ അത് വേണ്ട, മനസ്സിലായോ? പോട്ടെ അവന്തികെ, അവള് വെറുതെ പറഞ്ഞതല്ലേ. അത് പോട്ടെ. ഈ പറഞ്ഞ ധനുഷിനോട് എന്നു മുതലേ ജോയിൻ ചെയ്യാൻ പറഞ്ഞ കേട്ടാ? നാളെ കഴിഞ്ഞ്. ഓ അല്ല, ഈ ധനുഷ് സുന്ദരനാണോ ഏട്ടാ? നീ എന്തായാലും സമയം കിട്ടുമ്പോ ആ പറഞ്ഞ പയ്യനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയും. എനിക്കൊന്ന് കാണാലോ. ശരി അച്ഛാ. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് ഇത്രയും വേഗം സാധിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. കൺഗ്രാറ്റ്സ്. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് വേഗത അല്പം കുറയ്ക്കണം. ഇവിടെ നമുക്ക് അതിവേഗം ബഹുദൂരം എന്നുള്ള ആപ്തവാക്യമല്ല വേണ്ടത്. മെല്ലെ, വളരെ മെല്ലെ മതി കാര്യങ്ങൾ. എത്താനുള്ള ദൂരത്തിലേക്ക് നേർവഴി പോയാൽ താമസിക്കും എന്നുള്ളതുകൊണ്ട് കുറുക്ക് വഴിയിലൂടെ ഒരു മിനിമം സ്പീഡിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. നമ്മൾ പറഞ്ഞ ആദ്യഘട്ടം വളരെ വിജയകരമായി പ്രതീക്ഷിച്ചതിൽ നേരത്തെ നമ്മൾ എത്തി. ഇനി വേണ്ടത് വിശ്വാസ്യതയാണ്. ഒരു കണികയുടെ സംശയം പോലും അതിലുണ്ടാവാൻ പാടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. നീ ഒരു നല്ലവനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും നന്ദനും സച്ചിക്കും ഒക്കെ തോന്നണം. ചുരുക്കി പറഞ്ഞ, നീ അവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കണം. അങ്ങനെ അവരുടെ മുന്നിൽ തെളിയിച്ച് നന്ദന്റെ മനസ്സിലും ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം. ഞാനീ പറഞ്ഞ പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായ ജോലി, ജോലിയിലുള്ള ആത്മാർത്ഥത, സൂക്ഷ്മത നിറഞ്ഞ ആശയങ്ങൾ, ഇതൊക്കെ നന്ദനെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ നന്ദന്റെ വിശ്വാസം നീ നേടിയെടുക്കണം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിന്റെ നിയന്ത്രണങ്ങളെല്ലാം എന്റെ ഈ രഹസ്യ ഭർത്താവിന്റെ കൈകളിലേക്ക് വരണം. പിന്നെയുള്ളത് ഞാൻ പറയാം. സത്യം പറഞ്ഞ
എനിക്ക് വലുതായിട്ട് ചെയ്യാനും മാത്രം ആ ഓഫീസിലൊന്നും ഇല്ല വന്തിക. പിന്നെ എൻ്റെ ഡിഗ്രിയും എക്സ്പീരിയൻസും വെച്ച് ഞാൻ ഇതുപോലൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് തന്നെ സമയനഷ്ടമാണ്. അതും വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത്. ധനുഷ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഇപ്പോഴുള്ള നിന്റെ ഈ പാഴ് സമയം കൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എല്ലാത്തിനും അവസാനം നീ വരാൻ പോകുന്നത് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റ് ക്യാബിനിൽ നിന്ന് നെല്ലിശ്ശേരി കുടുംബം എന്ന വലിയ വീടിന്റെ ഗൃഹനാഥനായ സേതുമാധവന്റെ സിംഹാസനത്തിലേക്കാ. 10 തലമുറയ്ക്ക് വാഴാനുള്ള സ്വത്തുക്കളുടെ മുകളിൽ അയാൾ ഇട്ടിരിക്കുന്ന സിംഹാസനത്തിലേക്ക്. നിന്റെ ആ സിംഹാസനത്തിനടുത്ത് നിന്നെ സ്നേഹിക്കുന്ന പ്രിയ പത്നിയായി ഞാനും. കുറച്ചുനാൾ മാത്രം നീ എടുക്കുന്ന ഈ എഫേർട്ടിന് നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താനാവാത്തത്ര വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് നീ ഇത് പാഴാക്കുന്ന സമയമാണെന്നുള്ള ആലോചനയ്ക്ക് വിലയില്ലെന്നുള്ളതാണ് ശരി. മനസ്സിലായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്തികയുടെ ഐഡിയയിൽ തന്നെ പോകട്ടെ കാര്യങ്ങൾ. ഇനി വേണ്ടത് മിടുക്കും വിശ്വാസവുമാണ്. അതിൽ നീ കാണിക്കാനുള്ള മിടുക്കെന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ആ ഓഫീസിലെ ആരെക്കാളും, പ്രത്യേകിച്ച് അനൂപിനേക്കാളും ജോലിയിൽ മിടുക്ക് കാണിക്കണം. കമ്പനി ഉയർച്ചയിലേക്ക് കുതിക്കുന്നത് നിന്റെ കഴിവും സാമർഥ്യവും കൊണ്ടാണെന്ന് എല്ലാവരും കരുതണം. ഇനി വിശ്വാസത്തെക്കുറിച്ച്. നന്ദൻ ഇപ്പൊ ചെയ്യുന്നതെല്ലാം നിന്നെ ഏൽപ്പിക്കണം. ബിസിനസ് മീറ്റിംഗ്സും ഡീലുകളും മറ്റും നിന്നെ ഏൽപ്പിക്കുന്ന തരത്തിൽ നിന്റെ കൈവെള്ളയിലിരിക്കണം നെല്ലിശ്ശേരി കമ്പനി. മിടുക്ക്, വിശ്വാസം, ഈ 3 അക്ഷരമുള്ള വാക്കുകളിൽ തൂങ്ങി നിന്ന് വേണം വഞ്ചന എന്ന 3 അക്ഷരമുള്ള വാക്കിൽ ചവിട്ടി നിന്ന് നമുക്ക് നേടാനുള്ളതൊക്കെ നേടാൻ. നീ ഇത്രയും ചെയ്തു കഴിയുമ്പോഴേക്കും എനിക്കുണ്ട് ചെയ്തു തീർക്കാൻ. നീ ഓഫീസിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ കുടുംബത്തിൽ ചില തയ്യാറെടുപ്പുകൾ നടത്തും. 2 മാസം കഴിഞ്ഞാ നെല്ലിശ്ശേരി വീട്ടിൽ ആഘോഷോ. സന്ദീപിന്റെ ഭാര്യയായ ആതിരയുടെ സീമന്തവും ധനുഷിന്റെ ഭാര്യ അവന്തിക അമ്മയാവാൻ പോകുന്നതിന്റെ ആഘോഷവും. ആ ആഘോഷം കഴിഞ്ഞാൽ അന്ന് രാത്രി ആതിര താണ്ടില്ല. ആഘോഷത്തിമിർപ്പൊക്കെ കഴിഞ്ഞ് ആതിരയും അവളുടെ കുഞ്ഞും രണ്ടിനെയും പരലോകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഞാൻ. അവളുടെ കുഞ്ഞിനെ 7 മാസം ആയസേ ഉള്ളൂ. അതും പുറം ലോകം കാണാൻ വിധിയില്ലാത്ത 7 മാസം. നെല്ലിശ്ശേരി വീട്ടിൽ മുട്ടിലെഴഞ്ഞ് നടക്കാനും എല്ലാവർക്കും എടുത്ത് ലാളിക്കാനും ഒരു കുഞ്ഞു മതി. നന്ദന്റേതെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന എന്റെയും നിന്റെയും കുഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.